ലോകമെമ്പാടുമുള്ള സൈബർ സേനകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഡ്രോൺ ആക്രമണമാണ്. ആധുനിക യുദ്ധക്കളങ്ങളിൽ ഡ്രോണുകൾ വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നു. നിലവിൽ റഷ്യ യുക്രൈനിൽ നിന്നുള്ള വലിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുമ്പിൽ വിറയ്ക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ വില കുറഞ്ഞ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ തളരുകയാണ്. ഇന്ത്യയിൽ ഈ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ വേണ്ടി 600ഓളം ഡ്രോണുകളെയാണ് ഒറ്റയടിക്ക് കൂട്ടത്തോടെ അയച്ചത്. ഇന്ത്യ അവയെല്ലാം നശിപ്പിച്ചു. പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കാരണം വില കൂടിയ മിസൈലുകളാണ് ഇവയെ നശിപ്പിക്കാൻ അയക്കേണ്ടി വന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകളെ നശിപ്പിക്കാൻ കോടികൾ വിലയുള്ള മിസൈലുകൾ അയക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രോണുകളെ നേരിടാൻ വില കൂടിയ ക്രൂയിസ് മിസൈലുകൾ അയക്കേണ്ടി വരുന്നത് രാജ്യങ്ങളുടെ യുദ്ധ ചെലവുകൾ കുത്തനെ കൂട്ടുകയാണ്. $20,000 മാത്രം വിലയുള്ള ഡ്രോണിനെ നശിപ്പിക്കാൻ $10 ലക്ഷം വിലയുള്ള മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വെറും $20,000 വിലയുള്ള ഷാഹിദ് ഡ്രോണുകളെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് $10 ലക്ഷം വിലയുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഉപയോഗിക്കേണ്ടി വന്നത്. ഇതോടെ ഡ്രോണിനെ നേരിടാൻ പലവിധ ചെലവ് കുറഞ്ഞ പരിഹാരങ്ങളും തേടി ഇന്ത്യയും പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലുകൾക്ക് പുറമെ ഇന്ത്യ വ്യോമ പ്രതിരോധ തോക്കുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളെ നേരിടാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾക്കെതിരെ ഇന്ത്യ നവീകരിച്ച L-70 ZU-23 തോക്കുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്ക് അന്ന് പാകിസ്ഥാനിലെ ചില ഡ്രോൺ ആക്രമണങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഡ്രോണുകളെ തകർക്കാൻ തദ്ദേശീയമായി ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ സങ്കൽപ് 2026 എന്ന രേഖയിൽ രുദ്ര പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ തൊടുത്തുവിടുന്ന 70 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ വ്യോമസേന പുതിയ വാർഹെഡ് തേടിയിട്ടുണ്ട്. മൈക്രോ അതോടൊപ്പം തന്നെ മിനി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിനാണ് വാർഹെഡ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തത്. 25 മീറ്റർ സ്ഫോടന ദൂരമുള്ള 900 ഗ്രാം വാർഹെഡ് ആണ് വ്യോമസേന വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണത്തിനെതിരെ ഫലപ്രദമായ പരിഹാരമാണ്. തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഇതിനകം തന്നെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. IIT മദ്രാസും അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി 10 കിലോമീറ്റർ ദൂരപരിധിയുള്ള 80 mm റോക്സ് ഗൈഡൻസ് കിറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. MI-17 അതോടൊപ്പം തന്നെ MI-35 ഹെലികോപ്റ്ററുകളിൽ 80 മില്ലിമീറ്റർ റോക്കറ്റുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിലുണ്ട്. കൂടാതെ അവയുടെ കൃത്യതയുള്ള സ്ട്രൈക്ക് ശേഷി മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലേസർ ഗൈഡഡ് സംവിധാനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിൽ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 80 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ നാവികസേന ഒരു താൽപര്യ പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതായത് പണ്ടത്തെ കാലത്ത് നോക്കിക്കഴിയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് തോക്കുകൾ കൊണ്ടാണ് ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നതെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ആൾബലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ടെക്നോളജി വലിയ രീതിയിൽ വളർന്നത് കൊണ്ട് തന്നെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അവർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ പറയുന്നത് അങ്ങനെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും, ആളപായങ്ങൾ കുറയ്ക്കാൻ പറ്റും, ഗുരുതരമായ പരിക്കേൽക്കുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന.